പനക്കച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷണൽ അംഗം PR അനുപമ ഉദ്ഘാടനം ചെയ്തു. ആ വീട്ടിലിരിക്കുന്ന രക്ഷിതാവിന് ആ സ്കൂൾ ബസ് പുറപ്പെട്ടോ എന്നുള്ളതും അതിന്റെ ലൊക്കേഷൻ, അതുപോലെ തന്നെ എവിടെ എത്തി, എപ്പോൾ എത്തും, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മനസ്സിലാക്കുന്ന തലത്തിലേക്ക് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹത്തിൽ മാതൃകാപരമാക്കി തീർക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് 100% എപ്പോഴും നമുക്ക് സാധ്യമാവില്ല എങ്കിലും ഏറ്റവും മനോഹരമായ രീതിയിൽ അത് ചെയ്യുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇടപെടലും നടത്തിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പോക്കുകൾ. സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളിലെ വികസന പ്രവർത്തനത്തിന് എല്ലാ വർഷവും ഓരോ സാമ്പത്തിക വർഷവും എന്തായാലും സ്കൂളുകൾക്ക് ഏറ്റവും മുന്തിയ പരിഗണന നൽകുന്നുണ്ട്. ഗവൺമെന്റ് അങ്ങനെ നൽകുന്നത് കൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിന്റെ അണ്ടറിൽ വരുന്ന സ്കൂളുകൾക്ക് ഡിവിഷനിൽ നമുക്ക് ഫണ്ടുകൾ അനുവദിക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഒരു 2-3 വർഷം മുന്നേയുള്ള പനക്കച്ചിറ സ്കൂളല്ല ഇന്ന് നമ്മൾ കാണുന്നത്. ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫണ്ടുകൾ വെക്കുകയും മറ്റ് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവും. ഇവിടെ PTA പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ ഞങ്ങളെല്ലാം ഓൾറെഡി ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ആക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു സാമ്പത്തിക വർഷം കൂടിയേ നമുക്കുള്ളൂ. കാര്യം ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര പെട്ടെന്നാണ് 4 വർഷം കഴിഞ്ഞു പോയതെന്നാണ് ചിന്തിക്കുന്നത്. ഓരോ തവണ സ്കൂളിലേക്ക് കടന്നു വരുമ്പോഴും മനസ്സിലുള്ളതൊന്നും മാത്രമാണ്, അടുത്ത തവണ ഫണ്ട് വരുമല്ലോ, അന്നേരം ചെയ്യാലോ എന്നുള്ള മനസ്സിൽ ചിന്തയാണ്. ഇനിയിപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. ഉള്ള സമയം കൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മുടെ സ്ഥാപനത്തെ മാറ്റണം. PTA പ്രസിഡന്റ് KP റെജി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ HM സിന്ധു സ്വാഗതവും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ഷൈൻ മുഖ്യപ്രഭാഷണവും നടത്തി. വാർഡ് മെമ്പർ ഷീബ ഷിബു, BRC പ്രതിനിധി ദീപ, സുനിൽ, മഞ്ചേഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇരട്ടി മധുരവുമായി പൂർവ്വ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വൈറ്റ് ബോർഡുകൾ നൽകി. കൂടാതെ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു.